വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ മത്തായി രചിച്ച യേശുവിന്റെ സുവിശേഷം അധ്യായം 12 22 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ. അനന്തരം അന്ധനും ഊമനുമായ ഒരു പിശാചു ബാധിതനെ അവർ യേശുവിന്റെ അടുത്ത് കൊണ്ടുവന്നു. യേശു അവനെ സുഖപ്പെടുത്തി. അവൻ സംസാരിക്കുകയും കാണുകയും ചെയ്തു. ജനക്കൂട്ടം മുഴുവൻ അത്ഭുതപ്പെട്ടു പറഞ്ഞു, ഇവനായിരിക്കുമോ ദാവീദിന്റെ പുത്രൻ? എന്നാൽ ഇത് കേട്ടപ്പോൾ ഫരിസേയർ പറഞ്ഞു, ഇവൻ പിശാചുക്കളുടെ തലവനായ ബേൽസെബൂലിനെ കൊണ്ട് തന്നെയാണ് പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത്. അവരുടെ വിചാരങ്ങൾ മനസ്സിലാക്കിയ യേശു അവരോട് പറഞ്ഞു, അന്തഛിദ്രമുള്ള ഏത് രാജ്യവും നശിച്ചുപോവും. അന്തഛിദ്രമുള്ള നഗരമോ ഭവനമോ നിലനിൽക്കുകയില്ല. സാത്താനെ ബഹിഷ്കരിക്കുന്നെങ്കിൽ അവൻ തനിക്കെതിരായി തന്നെ ഭിന്നിക്കുകയാണ്. ആ സ്ഥിതിക്ക് അവന്റെ രാജ്യം എങ്ങനെ നിലനിൽക്കും? ബേൽസെബൂലിനെ കൊണ്ടാണ് ഞാൻ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ പുത്രന്മാർ ആരെ കൊണ്ടാണ് അവയെ ബഹിഷ്കരിക്കുന്നത്? അതുകൊണ്ട് അവർ നിങ്ങളുടെ വിധികർത്താക്കളായിരിക്കും. എന്നാൽ ദൈവാത്മാവിനെ കൊണ്ടാണ് ഞാൻ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതെങ്കിൽ ദൈവരാജ്യം നിങ്ങളിൽ വന്നു കഴിഞ്ഞു. അഥവാ ശക്തനായ ഒരു മനുഷ്യന്റെ ഭവനത്തിൽ പ്രവേശിച്ച് വസ്തുക്കൾ കവർച്ച ചെയ്യാൻ ആദ്യം തന്നെ അവനെ ബന്ധിക്കാതെ സാധിക്കുമോ? ബന്ധിച്ചാൽ കവർച്ച ചെയ്യാൻ കഴിയും. തന്നോട് കൂടെയല്ലാത്തവൻ എന്റെ എതിരാളിയാണ്. എന്നോടുകൂടെ ശേഖരിക്കാത്തവൻ ചിതറിച്ചു കളയുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, മനുഷ്യന്റെ എല്ലാ പാപവും ദൈവദൂഷണവും ക്ഷമിക്കപ്പെടും. എന്നാൽ ആത്മാവിനെതിരായ ദൂഷണം ക്ഷമിക്കപ്പെടുകയില്ല. മനുഷ്യപുത്രനെതിരായി ആരെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ അത് ക്ഷമിക്കപ്പെടും. എന്നാൽ പരിശുദ്ധാത്മാവിനെതിരായി ആരെങ്കിലും സംസാരിച്ചാൽ ഈ യുഗത്തിലോ വരാനിരിക്കുന്ന യുഗത്തിലോ ക്ഷമിക്കപ്പെടുകയില്ല. പരിശുദ്ധാരൂപിക്ക് എതിരായ പാപം എന്ന് പറയുമ്പോൾ എന്താണ് നാം മനസ്സിലാക്കേണ്ടത്? ഇടുങ്ങിയ മനസ്സും തുറന്ന വായും വരുത്തിവെക്കുന്ന ഭവിഷ്യത്തുകളെ സംബന്ധിച്ചാണ് ഇന്നത്തെ സുവിശേഷം നമ്മുടെ മുമ്പിൽ അനാവരണം ചെയ്യുന്നത് എന്ന് വിചാരിക്കുന്നത് തെറ്റില്ല എന്നാണ് എന്റെ കാഴ്ചപ്പാട്. യേശുവിന്റെ അടുത്തേക്ക് ഒരു ദിവസം മൂകനും അന്ധനുമായിട്ടുള്ള ഒരു മനുഷ്യൻ കൊണ്ടുവരപ്പെടുകയാണ്. ആ മനുഷ്യന് തീരെ കാഴ്ചയില്ല, ഒന്നും സംസാരിക്കാനും സാധ്യമല്ല. ആ മനുഷ്യന്റെ ദയനീയ സ്ഥിതി കണ്ട് അനുകമ്പ തോന്നി യേശു ആ മനുഷ്യനെ സുഖപ്പെടുത്തുന്നു. എല്ലാവരെയും കാണാനും തിരിച്ചറിയാനും ആ മനുഷ്യന് സാധിക്കുന്നു. സംസാരിക്കാനും മറ്റുള്ളവരോട് ആശയവിനിമയം ചെയ്യാനും സാധിക്കുന്നു. യേശുവിന്റെ ചുറ്റും തടിച്ചുകൂടിയിരുന്ന ജനങ്ങളിൽ മഹാഭൂരിപക്ഷവും ഇത് കണ്ട് വിസ്മയപ്പെട്ട് അവർ പറയാനിടവരുന്നു, നമ്മുടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ പരാമർശിക്കപ്പെടുന്ന ദാവീദിന്റെ പുത്രൻ ക്രിസ്തു ആയിരിക്കുമോ ഇദ്ദേഹം? ഇത് വളരെ നിഷ്കളങ്കമായിട്ടുള്ള ആത്മാർത്ഥതയോടു കൂടിയുള്ള ഒരു അഭിപ്രായ പ്രകടനം ആയിരിക്കണം അവരുടേത്. ഇത് കേട്ടുകൊണ്ട് ആ ജനങ്ങളിൽ ഒരു ന്യൂനപക്ഷമായിട്ടുള്ള ഒരു വിഭാഗം ഫരീസയരിൽപ്പെട്ട ആളുകള് ഉടനെ തന്നെ ഇത് ഒരിക്കലും അംഗീകരിക്കാൻ തയ്യാറില്ലാതെ യേശുവിനെ ഇകഴ്ത്തി കാണിക്കാനും തേജോവധം ചെയ്യാനും വേണ്ടി എന്ന രീതിയിൽ കരുതിക്കൂട്ടി ആ ഫരീസേയ സമൂഹം പറയുന്നു, ഇവൻ ദാവീദിന്റെ പുത്രനായ ക്രിസ്തു ഒന്നുമല്ല. നമ്മുടെ മുമ്പിലെ അന്ധനും ബധിരനുമായിട്ടുള്ള ഈ മനുഷ്യൻ പിശാച് ബാധിതനായിരുന്നു. പിശാച് ബാധിച്ച ഈ മനുഷ്യനിൽ നിന്ന് പിശാചിനെ ബഹിഷ്കരിച്ചത് യേശു എന്ന് പറയുന്ന ഈ വ്യക്തിയിലെ പിശാച് ആവാഹിക്കപ്പെട്ടിട്ടുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ യേശു തന്നിൽ ആവാഹിക്കാനിടവന്നിട്ടുള്ള പിശാചിന്റെ ശക്തിയാലാണ് മറ്റ് ആ വ്യക്തിക്ക് രോഗശാന്തി നൽകിയത് എന്ന രീതിയിലാണ് ഫരിസേയർ ഇതിനെ ഖണ്ഡിച്ച്
പറയാനിട വരുന്നത്. ഫരീസയരുടെ ഈ അഭിപ്രായ പ്രകടനം യഥാർത്ഥത്തിൽ യേശുവിന്റെ മനസ്സിനെ വളരെയധികം ദുഃഖമുണ്ടാക്കി എന്നാണ് ആ സാഹചര്യത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. കാരണം യേശുവിനെ നന്നായിട്ടറിയാം, ഇത് അവരുടെ മനസാക്ഷിയുടെ സ്വരമല്ല, അവരുടെ വിശ്വാസമല്ല, അത് അവരുടെ ബോധ്യങ്ങളല്ല. അവരിൽ നിക്ഷിപ്തമായിരിക്കുന്ന താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ യേശുവിനെ എല്ലാ തരത്തിലും ഇകഴ്ത്തി കാണിക്കാൻ വേണ്ടി ഉള്ള ഒരു മനസാക്ഷിക്ക് നിരക്കാത്ത വഞ്ചനാപ്രദമായിട്ടുള്ള ഒരു പ്രസ്താവനയാണിത്. ആത്മാർത്ഥതയില്ലാത്ത ഒരു പറച്ചിലാണിത് എന്ന് യേശുവിനെ നന്നായിട്ടറിയാം. ഇതിന്റെ പുറകിൽ സ്വാർത്ഥതയും അസൂയയുമാണ് നിഴലിക്കുന്നത് എന്ന് യേശുവിന് നന്നായിട്ട് മനസ്സിലാകുന്നു. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ യേശു അതിന് ഉത്തരമെന്ന രീതിയിൽ പ്രതികരിക്കുകയാണ്. എല്ലാവരോടുമായിട്ട് യേശു പറയുന്നു, ഞാൻ പിശാചിന്റെ തലവനായ ബെൽസബൂൽ കൊണ്ടാണ് പിശാച് ബാധിതനായിട്ടുള്ള ഈ മനുഷ്യനിൽ നിന്ന് പിശാചിനെ ബഹിഷ്കരിച്ചു എന്ന് നിങ്ങൾ പറയുന്നു എന്ന് വരികിൽ, പിശാച് എങ്ങനെ പിശാചിനെതിരായിട്ട് തന്നെ പ്രവർത്തിക്കാൻ ഇടവരും? പിശാചിനെതിരായിട്ട് തന്നെ പ്രവർത്തിക്കുകയാണെങ്കിൽ പിശാചിന്റെ രാജ്യം ശിഥിലമാകുകയില്ലേ? നിങ്ങൾ പറയുന്നതിൽ യുക്തിഭദ്രതയില്ല, യുക്തിക്ക് നിരക്കുന്നതല്ല നിങ്ങളുടെ സംസാരം. എന്നിൽ ആവാഹിച്ചിരിക്കുന്ന പിശാചിന്റെ ശക്തിയാലാണ് ഞാൻ പിശാചിനെ ബഹിഷ്കരിക്കുന്നത് എന്ന് വരികിൽ അതിലെ തീർച്ചയായും യുക്തിഭംഗമുണ്ട്. നേരെ മറിച്ച് ഞാൻ ഈ രോഗശാന്തി നൽകിയത് എന്നിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ രൂപിയാലാണ് എന്ന് വരികിൽ ദൈവം ഇതാ നിങ്ങളുടെ ഇടയിൽ തന്നെ വന്നു കഴിഞ്ഞു. യേശുവ അങ്ങനെ പറയുന്നതിന്റെ ആഴങ്ങള് മനസ്സിലാക്കാൻ സാധിക്കാത്തവരല്ല ഫരിസേയരെ, എങ്കിലും അവരെ അഭിനയിക്കുകയാണ്. എല്ലാ തരത്തിലും യേശുവിനെ തേജോവധം ചെയ്യുന്നതിന് വേണ്ടി ഉള്ള ശ്രമത്തിന്റെ അടിസ്ഥാനത്തിൽ യഥാർത്ഥത്തിൽ കുറ്റങ്ങൾ ആരോപിക്കുകയാണ്. ഈ ആരോപണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഹൃദയത്തിന്റെ വേദനയിൽ നിന്ന് സനാതനമായിട്ടുള്ള ഒരു സത്യം യേശു പ്രകാശനം ചെയ്യാനിടവരുന്നത്. യേശു തുടർന്ന് പറയുന്നു, മനുഷ്യപുത്രനെതിരായിട്ടുള്ള പാപങ്ങൾ എന്തെല്ലാമാകട്ടെ അത് ക്ഷമിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ പരിശുദ്ധാരൂപിക്കെതിരായിട്ടുള്ള പാപങ്ങൾ ക്ഷമിക്കപ്പെടാനുള്ള സാധ്യതയില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ മനുഷ്യപുത്രൻ എന്ന് യേശു ഉദ്ദേശിച്ചത് തന്നെപ്പറ്റി തന്നെയാണ്. എനിക്കെതിരായിട്ട് നിങ്ങളുടെ അജ്ഞത കൊണ്ടോ നിങ്ങളുടെ ബലഹീനത കൊണ്ടോ നിങ്ങളുടെ ആ സമയത്തുള്ള വികാര വായ്പ കൊണ്ടോ എന്തെങ്കിലും പ്രവർത്തിക്കുകയോ പറയുന്നതോ ഒക്കെയാണെങ്കിൽ അതിനൊക്കെ പരിഹാരം ഉണ്ടാകും. അജ്ഞത മാറി ശരിക്കുള്ള അറിവുണ്ടാകുമ്പോൾ നിങ്ങൾ തന്നെ നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ തിരുത്തും. അതുകൊണ്ട് മനുഷ്യന്റെ ബലഹീനത കൊണ്ട് ഉണ്ടാകുന്ന തെറ്റുകള് ക്ഷമിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. പരിശുദ്ധാരൂപിക്കെതിരായിട്ടുള്ള പാപം എന്നുള്ളത് കൊണ്ട് യേശു ഉദ്ദേശിക്കുന്നത് ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടമായിരിക്കുന്ന മനുഷ്യൻ ദൈവത്തിന്റെ ഛായയുടെ പ്രാതിനിധ്യ സ്വഭാവത്തോടുകൂടി ഓരോ വ്യക്തിയിലും നിക്ഷിപ്തമായിരിക്കുന്ന മനസാക്ഷി, ആ മനസാക്ഷിയെ വഞ്ചിച്ചുകൊണ്ട് അതിനെതിരായിട്ട് നിങ്ങൾ നടത്തുന്ന പ്രസ്താവനകളും നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളും ഒരു വ്യക്തിക്കും ക്ഷമിക്കാൻ സാധിക്കുന്നതല്ല. ദൈവത്തിന് പോലും അത് ക്ഷമിക്കാൻ സാധിക്കുന്നില്ല. കാരണം അവിടെ മനസ്താപത്തിന്റെയോ പ്രായശ്ചിത്തത്തിന്റെയോ സാധ്യത പോലും അവിടെയില്ല. അറിഞ്ഞുകൂടാഞ്ഞിട്ടല്ല, അവർ ബോധപൂർവം അജ്ഞത നടിക്കുകയാണ്. ഉറങ്ങുന്നവരെ ഉണർത്താൻ, ഉറക്കം നടിക്കുന്നവരെ ഉണർത്താൻ വിഷമമാണ് എന്ന ഗ്രാമീണ തത്വം യേശു ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ നിത്യസനാതനമായ സത്യം വെളിപ്പെടുത്തുകയാണ്. ഇത് മനുഷ്യന്റെ ബലഹീനതയല്ല, മനുഷ്യന്റെ വക്രതയും ആസൂത്രണത്തിന്റെ അടിസ്ഥാനത്തിലുള്ള കൗശലവും ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വഞ്ചനാപ്രദമായിട്ടുള്ള പെരുമാറ്റ രീതികളാണ്. അത് മനുഷ്യനെ നിത്യമായിട്ട് അത് അലോസരപ്പെടുത്തിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് യേശു ഇന്നത്തെ സുവിശേഷത്തിലൂടെ മക്കളായ നമുക്ക് നൽകുന്ന ഒരു സന്ദേശം, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിന്റെയും പ്രതീകമെന്ന നിലയിൽ സൃഷ്ടമായിരിക്കുന്ന മനുഷ്യനിലെ ഓരോ മനുഷ്യനിലും നിക്ഷേപിച്ചിരിക്കുന്ന മനസാക്ഷി നിർമ്മലമായിട്ട് കാത്തു സൂക്ഷിക്കാനും ആ നിർമ്മലമായ മനസാക്ഷിയുടെ സ്വരത്തിന് ഇണങ്ങുന്ന രീതിയിൽ മാത്രം
പ്രവർത്തിക്കാനും പറയാനും ഇടവരികയും അങ്ങനെയുള്ള മനസാക്ഷിയുടെ നിന്നുണ്ടാകുന്ന ഉത്തമ ബോധ്യങ്ങൾക്കനുസരിച്ച് നിങ്ങൾ പെരുമാറുന്നതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് തെറ്റുകൾ വന്നുപോയാൽ തന്നെ അതിനെ ക്ഷമിക്കാനുള്ള സാധ്യത, തെറ്റ് തിരുത്താനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരിക്കലും സ്വന്തം മനസാക്ഷിയെ വഞ്ചിച്ചുകൊണ്ട് അതിനെതിരായിട്ട് നിങ്ങൾ പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യരുത്. ജീവിതത്തിലെ ഒന്നും സ്വന്തം മനസാക്ഷിക്കെതിരായിട്ട് പ്രവർത്തിച്ചാൽ നിങ്ങൾ സദാ ആ മനസാക്ഷി അലട്ടിക്കൊണ്ടിരിക്കും. മനസാക്ഷിയുടെ കുത്ത് നിങ്ങളുടെ മരണം വരെ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും എന്ന സത്യം നിങ്ങൾ ഓർക്കണം എന്ന യാഥാർത്ഥ്യം യേശു ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നതായിട്ട് മനസ്സിലാക്കുന്നതിൽ തെറ്റില്ല.